അപ്പോൾ കോൺഷ്യസ്നെസ്, പ്രീ കോൺഷ്യസ്നെസ്, അൺകോൺഷ്യസ്നെസ് പറ്റി പറഞ്ഞു. ഫ്രെഡ്സിന്റെ തിയറിയാണ്, ഐസ്ബർഗ് തിയറി നമ്മൾ ഓൾറെഡി സംസാരിച്ചതാണ്. സോ അതിന്റെ ബാക്കി പാർട്ടാണ് നോക്കാൻ പോകുന്നത്, സൈക്കോ അനലിറ്റിക്കൽ തിയറി. സോ ഇവിടെ പറയുവാണെങ്കിൽ പ്രിൻസിപ്പൽ കൺസെപ്റ്റ് ഓഫ് ഫ്രെഡ്സ് തിയറിയാണ്, ഫ്രോയിഡിയൻ തിയറിയാണ്. സോ സ്ട്രക്ചറൽ കൺസെപ്റ്റ് ഐ ഡി, ഈഗോ, സൂപ്പർ ഈഗോനെ പറ്റി സംസാരിക്കുന്നുണ്ട്. സോ ഡൈനാമിക് കൺസെപ്റ്റ് ഇൻസ്റ്റിങ്സ്, എനർജി, റിസ്ട്രെയിൻ ആൻഡ് ആങ്സൈറ്റി പറയുന്നുണ്ട്. സോ ഡെവലപ്മെന്റൽ കൺസെപ്റ്റ് വെച്ചിട്ട് ഡിഫൻസ് മെക്കാനിസം, സൈക്കോസെക്ഷൽ സ്റ്റേജസ് പറയുന്നുണ്ട്. സോ ഇത്രയുമാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. സോ ഫ്രെഡീൻ തിയറി അല്ലെങ്കിൽ ഫ്രെഡീൻ തിയറി അല്ലെങ്കിൽ ഫ്രെഡീൻ തിയറി എന്ന് നമുക്ക് പറയാം. സോ പ്രൊനൗൺസിയേഷൻ ഓരോരുത്തർക്കും ഒരു രീതിയാണ്. ഞാൻ പറയുന്നത് ഫ്രെഡീൻ തിയറി അല്ലെങ്കിൽ ഫ്രെഡീൻ തിയറി എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. സോ സ്ട്രക്ചറൽ കൺസെപ്റ്റ് ദ ഹ്യൂമൻ പേഴ്സണാലിറ്റി പറ്റി പറയുവാണെങ്കിൽ ഫ്രോഡ് ബിലീവ്സ് ഹ്യൂമൻ ബിഹേവിയർ റിസൾട്ട് ഫ്രം ദ ഇന്ററാക്ഷൻ ഓഫ് 3 ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഓഫ് ദ പേഴ്സണാലിറ്റി, ഐ ഡി, ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ. അതായത് ഫ്രോഡ് വിചാരിച്ചിരുന്നത് അല്ലെങ്കിൽ വിശ്വസിച്ചിരുന്നത് 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റികളാണ് അല്ലെങ്കിൽ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റികളാണ് ബിഹേവിയറിന് കാരണമാകുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് ഐ ഡി ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഈഗോ ആൻഡ് തേർഡ് വൺ ഈസ് സൂപ്പർ ഈഗോ. ഈഗോ, സൂപ്പർ ഈഗോ ഹാവ് ഓൾ ദ മൈൻഡ് ലെവൽ. ഈഗോയ്ക്കും സൂപ്പർ ഈഗോയ്ക്കും എല്ലാത്തിനും ഒരു ലെവൽസ് ഉണ്ട്, ഒരു മൈൻഡ് ലെവൽസ് കീപ്പ് ചെയ്യുന്നുണ്ട്. ഐ ഡി ഹാസ് ഓൺലി ദ അൺകോൺഷ്യസ് ലെവൽ. ഐ ഡിക്ക് എന്താണ്, അൺകോൺഷ്യസ് ലെവലാണ് ഉള്ളത്. സോ 3 കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഫ്രോഡ്സ് ബിലീവ് ചെയ്തിരുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ഐ ഡി, ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ ആയിരുന്നു. ഈഗോ, സൂപ്പർ ഈഗോയ്ക്ക് നമുക്ക് ഡിഫറെന്റ് മൈൻഡ് ലെവലുകളുണ്ട്. എന്നാൽ ഐ ഡിക്ക് ആണെങ്കിൽ എന്താണ്, അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരൊറ്റ ലെവൽ മാത്രമേ ഉള്ളൂ, സബ് ലെവൽസുകളൊന്നും ഇല്ല. The PSC apparatus. So Freud later developed a more structural model of his mind, ID, ego and super ego. 1923 ഫ്രെഡ്സ് ഒരു സ്ട്രക്ചറൽ മോഡൽ കൊണ്ടുവരികയാണ് ചെയ്തത് ഐ ഡി, ഈഗോ, സൂപ്പർ ഈഗോയ്ക്ക്. ദീസ് ആർ നോട്ട് ഫിസിക്കൽ ഏരിയ വിത്തിൻ ദ ബ്രെയിൻ ബട്ട് റാദർ ഹൈപ്പോതെറ്റിക്കൽ. ഇത് നമ്മുടെ ഒരു ബ്രെയിനിന്റെ ഒരു ഭാഗം എന്നല്ല പറയുന്നത്, എന്നാൽ ഹൈപ്പോതെറ്റിക്കൽ, നമ്മൾ വിശ്വസിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. സോ കൺസെപ്ച്വൽ ഓഫ് ഇമ്പോർട്ടൻറ്റ് മെന്റൽ ഫങ്ഷൻസ്, അതായത് അവിടെ തന്നെ ഐ ഡീസ് ആണെങ്കിൽ ഇൻസ്റ്റിക്റ്റ് എന്നും, ഈഗോ ആണെങ്കിൽ റിയാലിറ്റി എന്നും, സൂപ്പർ ഈഗോ ആണെങ്കിൽ മൊറാലിറ്റി എന്നും പറഞ്ഞിട്ട് നമ്മൾ ലെവൽസുകളായിട്ട് നമ്മൾ തിരിക്കുന്നുണ്ട്. സോ ഇതൊരു ഹൈപ്പോതെറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഏരിയ മാത്രമാണ്. ഇത് ബ്രെയിനിന്റെ ഒരു ഏരിയമോ അല്ലെങ്കിൽ നമ്മുടെ ഒരു മെഡിസിനൽ ഒരു ഭാഗം, മെഡിസിനൽ ഡിപ്പാർട്ട്മെന്റ് പോലുമല്ല വരുന്നത്. സോ നെക്സ്റ്റ് പറയുവാണെങ്കിൽ ദ സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി ആണ്. ദ ഐ ഡി, റിസർവോയർ ഓഫ് സൈക്കിക് എനർജി മീറ്റിംഗ് ബേസിക് നീഡ്സ്. അതായത് നമുക്ക് എല്ലാവർക്കും ഒരു ബേസിക് നീഡ്സ് ഉണ്ടാവുമല്ലോ, ആ ബേസിക് നീഡ്സിന് വേണ്ടി നമുക്കൊരു സ്ട്രഗിളിങ് ഉണ്ടായിരിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ റിസർവ് ചെയ്യുന്ന ഒരു സൈക്കിക് എനർജി ആയിട്ടാണ് ദ ഐ ഡി എന്ന രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. സോ മോസ്റ്റ് പ്രിമിറ്റീവ് പാർട്ട് ഓഫ് ദ മൈൻഡ്, വാട്ട് വി ബോൺ വിത്ത്. നമ്മൾ ജനിക്കുമ്പോഴേ നമ്മുടെ മൈൻഡിൽ കൊണ്ടുവരുന്ന ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു ഐ ഡി നമ്മൾ കാണുന്നത്. സോ ഓപ്പറേഷൻ ഓൺ പ്ലഷർ പ്രിൻസിപ്പിൾ ടു ഗെയിൻ പ്ലഷർ, അവോയ്ഡ് പെയിൻ, ഡ്രിവൻ സെക്ഷൽ ആൻഡ് അഗ്രസീവ് അർജ്. കണ്ടോ, അതായത് നമ്മുടെ ബേസിക് കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു റിസർവ് ചെയ്തിട്ടുള്ള ഒരു സൈക്കിക് എനർജി, അതായത് നമുക്ക് പ്ലഷർ കിട്ടുക, നമ്മുടെ സ്റ്റേറ്റ് ഓഫ് വെൽബീയിങ് ഇരിക്കുക എന്നുള്ളത് മാത്രമാണ് അവിടെ നമുക്ക് പ്ലഷർ കിട്ടുക, സെക്ഷൽ ഡ്രൈവ് കിട്ടുക, അഗ്രസീവ് ആയിട്ടുള്ള അർജുകൾ നമ്മൾ നേടിയെടുക്കുക എന്നുള്ളതൊക്കെയാണ് ഇതിനകത്ത് വരിക. സോ ദ ഐഡിയ ഈസ് ദ മോസ്റ്റ് ബേസിക് പാർട്ട് ഓഫ് ദ പേഴ്സണാലിറ്റി ആൻഡ് വാണ്ട്സ് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ഫോർ അവർ വാണ്ട്സ് ആൻഡ് നീഡ്സ്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് വളരെ അത്യാവശ്യമെന്ന് തോന്നപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ നേടിയെടുക്കുക, അത് പെട്ടെന്ന് കിട്ടണം എന്നുള്ളൊരു മൈൻഡിലേക്ക് മാറുക. ഇഫ് ദീസ് നീഡ്സ് ഓർ വാണ്ട്സ് ആർ നോട്ട് എ പേഴ്സൺ ബിക്കോസ് ടെൻസ് ഓർ ആക്സൈറ്റി. അതായത് ഇഫ് ദീസ് നീഡ്സ് ഓർ വാണ്ട്സ് ആർ നോട്ട് എ പേഴ്സൺ, അതായത് നമുക്ക് ഈ ഒരു സംഭവങ്ങൾ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ടെൻഷനും ആങ്സൈറ്റിയും ഒക്കെ കാണിക്കുമെന്നാണ് പറയുന്നത്. സോ ഐ ഡിനെ പറ്റി പറയുവാണെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ട് ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറയുന്നത്, സെല്ലി വാസ് തേഴ്സ്റ്റി റാദർ ദാൻ വെയിറ്റിംഗ് ഫോർ സിവിയർ ടു റീഫിൽ ഹെർ ഗ്ലാസ് ഓഫ് വാട്ടർ ഷി റീച്ച്ഡ് അക്രോസ് ദ ടേബിൾ ആൻഡ് ഡ്രാങ്ക് ഫ്രം മിസ്റ്റർ സ്മിത്ത് വാട്ടർ ഗ്ലാസ് മച്ച് ടു ഹിസ് സർപ്രൈസ്. കണ്ടോ, ഇതൊരു എക്സാമ്പിൾ ആണ്. സാലി അതീവമായിട്ട് ദാഹിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. റാദർ ദാൻ വെയിറ്റിംഗ് ഫോർ ദ സെർവ് ടു റീഫിൽ ഹെർ ഗ്ലാസ് ഓഫ് വാട്ടർ. അതായത് അവളുടെ ഗ്ലാസ്സിൽ
നമ്മുടെ വെയിറ്റർ വന്ന് വെള്ളം നിറയ്ക്കുന്നതിന് മുന്നേ ഷീ റീച്ച്ഡ് അക്രോസ് ദ ടേബിൾ ആൻഡ് ഡ്രാങ്ക് ഫ്രം മിസ്റ്റർ സ്മിത്ത്സ് വാട്ടർ ഗ്ലാസ്. അതായത് അടുത്തിരുന്ന സ്മിത്തിന്റെ വാട്ടർ ഗ്ലാസ് എടുത്തിട്ട് മച്ച് ടു ഹിസ് സർപ്രൈസ്, അവന് പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ എന്ത് ചെയ്തു, ആ വെള്ളം എടുത്ത് കുടിച്ചു എന്നാണ് പറയുന്നത്. സോ അത്രയേ ഉള്ളൂ. നമുക്ക് നമ്മുടെ ഒരു അർജിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ പ്ലഷർ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു കാര്യം ആണ്. സോ ഇതാണ് പേഴ്സണാലിറ്റിയിൽ പറയുക. സോ ബേസിക് ആയിട്ട് പറയുവാണെങ്കിൽ പ്ലഷർ പ്രിൻസിപ്പിൾ. സോ എന്താണ് പ്ലഷർ പ്രിൻസിപ്പിൾ? ഇതാണ് മെയിൻ ആയിട്ട് നമ്മൾ എന്ത് പറയേണ്ടത് ഇവിടെ പറയേണ്ടത് സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റിയിൽ അല്ലെങ്കിൽ ഇത് ഐഡിയിൽ നമ്മൾ പറയേണ്ടത് ഐഡി കേട്ടോ, മറന്നു പോരുതേ. അപ്പം സോ ഇവിടെ പെയിൻ ഡ്രൈവ്, സെക്ഷൽ ഡ്രൈവ്, അതൊക്കെയാണ് നമ്മൾ കാര്യമായിട്ട് പറയുന്നത്. ഓക്കെ അല്ലേ? സോ ഇത്രയുമാണ് ഐഡി. സോ നെക്സ്റ്റ് പറയുന്നത് ഈഗോ, എക്സിക്യൂട്ടീവ് ഓഫ് പേഴ്സണാലിറ്റി പീലിംഗ് വിത്ത് റിയാലിറ്റി. സോ ഈഗോ എന്ന് പറഞ്ഞത് ദ ബാലൻസ് ബിറ്റ്വീൻ ഐഡി ആൻഡ് സൂപ്പർ ഈഗോ. ഇവിടെ ഐഡി ഉണ്ട്, ഇവിടെ സൂപ്പർ ഈഗോ ഉണ്ട്. ഇതിന് ഇൻ ബിറ്റ്വീൻ വരുന്നതാണ് ആര്? ഈഗോ എന്ന് പറഞ്ഞാല്. സോ ഇയാൾ എന്താ ആക്ട് ചെയ്യുന്നുണ്ട്? ദ ബാലൻസ് ബിറ്റ്വീൻ ഐഡി ആൻഡ് സൂപ്പർ ഈഗോ റിയാലിറ്റി പ്രിൻസിപ്പിൾ ആണ്. ദ ഈഗോ ആണ്. ദ ഈഗോ ഡെവലപ്പ് ഫ്രം ദ ഐഡി ഡ്യൂറിങ് ഇൻഫൻസി. നമുക്ക് കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ 2 മുതൽ 3 വയസ്സാവുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഡിസയർ കിട്ടാതിരിക്കുമ്പോൾ നമുക്ക് ഫോം ചെയ്യും ഡിസയർ ഓഫ് ദ ഐഡി ഇൻ എ വേ ദാറ്റ് സോഷ്യലി അക്സെപ്റ്റബിൾ. അത് നമ്മൾ സോഷ്യലി അക്സെപ്റ്റ് ചെയ്യുന്നു. കുഞ്ഞിന് പാല് കിട്ടാതിരിക്കുമ്പോൾ, കുഞ്ഞിന് വിശക്കുമ്പോൾ പാല് വേണം എന്ന് തോന്നുക, അല്ലെങ്കിൽ കുഞ്ഞിനൊരു കളിപ്പാട്ടം വേണം തോന്നുക, ഇതൊക്കെ നമ്മൾ സോഷ്യലി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. പിന്നെ അത് മാത്രമല്ല ഡിസയർ ഓഫ് ദ ഐഡി ഇൻ എ വേ ദാറ്റ് സോഷ്യലി അക്സെപ്റ്റബിൾ അല്ലേ. നമുക്ക് പ്ലഷർ വേണം, അതായത് ഏതൊരു മനുഷ്യനും അവൻ്റെതായ സുഖവും സന്തോഷവും വേണം എന്നുള്ളത് സോഷ്യലി അക്സെപ്റ്റ് കാര്യമാണ്. അതുപോലെ തന്നെ ഈഗോ എന്ന് പറയുന്നത് 2 മുതൽ 3 വയസ്സിൽ നമുക്ക് തുടങ്ങുന്നത് ഡിസയർ, നമുക്ക് കാര്യങ്ങൾ വേണം, നേടണം എന്നുള്ള ഒരു ഡിസയർ നമുക്ക് തോന്നുക. നമുക്ക് തോന്നില്ലേ, അതെങ്കിൽ നമുക്ക് ആ കളിപ്പാട്ടം വേണം, അല്ലെങ്കിൽ അവനെ കളിപ്പാട്ടം ഉണ്ട്, നമുക്കത് വേണം എന്നുള്ളൊരു ഈഗോ, അത് നമുക്ക് മീറ്റ് ചെയ്യാൻ വേണ്ടി അത് സോഷ്യലി അക്സെപ്റ്റഡ് ആണ്. അത് നമുക്ക് ഒരു ചീത്ത കാര്യം എന്ന് ആരും പറയുന്നില്ല എന്നതാണ്. ഇറ്റ് ഓപ്പറേറ്റ് ഇൻ ബോത്ത് കോൺഷ്യസ് ആൻഡ് പ്രീ കോൺഷ്യസ് മൈൻഡ്. കോൺഷ്യസ് മൈൻഡിലും പ്രീ കോൺഷ്യസ് മൈൻഡിലും ഒരേപോലെ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. The ego recognizes that other people have need and want to, and that being selfish is not always good for us in the long run. അതായത് ഈഗോ റെക്കഗ്നൈസ് ചെയ്യുന്നത് മറ്റുള്ള ആൾക്കാരിൽ എന്ത് വേണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. ആൻഡ് ദാറ്റ് ബീങ് സെൽഫിഷ് ഈസ് നോട്ട് ഓൾവേസ് ഗുഡ് ഫോർ ലോങ് ടൈം. ഇപ്പം മറ്റുള്ളവരിൽ എന്തുണ്ട്, അതുകൊണ്ട് എനിക്ക് എന്ത് വേണം, എനിക്കത് വേണം എന്നുള്ളത്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ട, അല്ലെങ്കിൽ എനിക്കത് വേണം എന്നുള്ളത് നമ്മൾ അതൊരു സെൽഫിഷ്നെസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. അത് ഒരു ലോങ് റൺ ഇൻ ദ സെൻസ് അത് കുറേ നാളാണെങ്കിൽ നല്ലതല്ല എന്നാണ് പറയുന്നത്. ഇവിടെ ഈഗോ റെക്കഗ്നൈസ് ചെയ്യുന്നത് എങ്ങനെയാ? ദാറ്റ് അതർ പീപ്പിൾ ഹാവ് നീഡ്സ്, മറ്റുള്ള ആൾക്കാർക്ക് ആവശ്യമുണ്ട്, ആൻഡ് വാണ്ട്സ് ടു, അതും അവർക്ക് വേണം എന്നുള്ളതിനെ പറ്റിയിട്ട്, ആൻഡ് അവർക്ക് മറ്റുള്ളവർക്കും ഉണ്ട്, അതുകൊണ്ട് എനിക്കും വേണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഈഗോ തീരുമാനിക്കുന്നത്. എന്നാൽ ബീയിങ് സെൽഫിഷ് ആവുന്നതോ അത് അത്ര വലിയ നല്ലതുമല്ല. സോ ഈഗോയും സെൽഫിഷിനും കൈൻഡ് ഓഫ് ഒരു ഇതുണ്ട്, എന്താ പറയാ, ഒരു ബാലൻസ് ഉണ്ടെന്നേ പറയുന്നുള്ളൂ. സോ സാലി വാസ് തേഴ്സ്റ്റി. However, she knew that her server would be back soon to refill her water glass, so she waited until then to get a drink. കണ്ടോ, അതായത് സാലിക്ക് തേഴ്സ്റ്റി ഉണ്ടായിരുന്നു, എന്നാൽ എന്തുണ്ട്, അവൾക്കറിയാം റീഫില്ലർ വരും, റീഫിൽ ചെയ്യും. സോ അവൾ എന്ത് ചെയ്തു? വെയിറ്റ് ചെയ്തു. അണ്ടിൽ ദെൻ ടു ഗെറ്റ് എ ഡ്രിങ്ക്. അവൾക്ക് ഡ്രിങ്ക് കിട്ടാൻ വേണ്ടിയിട്ട് അവൾ വെയിറ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റുള്ളവർക്ക് ഉണ്ട്, അതുകൊണ്ട് എനിക്കും വേണം എന്നുള്ളത് തോന്നില്ല. അത് മറ്റുള്ളവർക്ക് ഗ്ലാസ് ഓഫ് വാട്ടർ ഉണ്ട്, സോ എനിക്കും അത് വേണം എന്നുള്ളത് നമ്മളതിന് വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അവിടെ വേറെ ഒരു ആക്ഷൻ ഒന്നുമില്ല, സോഷ്യലി അക്സെപ്റ്റബിൾ ആണ്. ഈഗോ ഡെവലപ്പ് ചെയ്യുന്നത് ഇൻഫൻസി പീരീഡിലാണ്. സോ നമ്മുടെ ഡിസയർ മീറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്
of the ID in a way that socially acceptable. So operation conscious and pre-conscious mind ഒന്നും പറഞ്ഞില്ല. കോൺഷ്യസ് മൈൻഡിൽ നമുക്ക് അറിയില്ല, നമ്മൾ അവെയർ ആയിരിക്കും. സോ ഇവിടെ നമുക്ക് മറ്റുള്ളവർക്ക് ഉണ്ട്, അതുകൊണ്ട് അത് എനിക്കും വേണം, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്കും വേണം, അതുകൊണ്ട് എനിക്കും വേണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ സെൽഫിഷ് ആവുന്നത് നല്ലതല്ല എന്നുള്ള കാര്യം മാത്രമേ മെൻഷൻ ചെയ്യുന്നുള്ളൂ. സോ ഈവൻ ത്രൂ ഷീ റിയലി ജസ്റ്റ് വാണ്ടഡ് ടു ഡ്രിങ്ക് ഫ്രം മിസ്റ്റർ സ്മിത്ത് ഗ്ലാസ്. അതുകൊണ്ട് എന്തായി, അവള് സ്മിത്തിന്റെ ഗ്ലാസ്സിൽ നിന്ന് വെള്ളം എടുത്ത് കുടിച്ചു. കണ്ടോ? സോ ഷീ വെയിറ്റ് അണ്ടിൽ ദെൻ ടു ഗെറ്റ് എ ഡ്രിങ്ക് ഈവൻ ദോ ഷീ റിയലി ജസ്റ്റ് വാണ്ടഡ്. അവക്കറിയാം, വരും എന്നവക്കറിയാം, എന്നാലും അവക്ക് ആവശ്യമുള്ളത് കൊണ്ട് അവൾ എടുത്ത് കുടിച്ചു എന്നാ പറയുന്നത് അല്ലേ. ഇപ്പം ഞാനിങ്ങനെ ഇരിക്കുന്നു, എൻ്റെ ഒരാളിരിക്കുന്നു, എനിക്കറിയാം റീഫില്ലർ വരും, പക്ഷെ എനിക്ക് നല്ല ദാഹമുണ്ട്, വളരെ അത്യാവശ്യമായത് കൊണ്ട് ഞാൻ എടുത്ത് കുടിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. നേരത്തെ എന്താ പറഞ്ഞത്? നേരത്തെ പറഞ്ഞ എന്താണ്, അടുത്തിരുന്നവന്റെ വെള്ളം എടുത്ത് കുടിച്ചു എന്നുള്ളതുള്ളൂ. അവിടെ വേറെ ഒരു തിങ്കിങ്ങും ഒന്നുമില്ല, തിരിച്ചു വരും എന്നൊരു തിങ്കിങ് ഇല്ല. ഇവിടെ എന്താണ് പറയുന്നത്, തിങ്ക് ചെയ്യുന്നുണ്ട്. സോ അതാണ് ഡിഫറൻസ്. ദ സൂപ്പർ ഈഗോ അൺഹോൾഡ് ഓർ വാല്യൂസ് ആൻഡ് ഐഡിയ. ചെറിയൊരു കൺഫ്യൂഷൻ തോന്നും കേട്ടോ പഠിക്കുമ്പോൾ. ദ സൂപ്പർ ഈഗോ ഡെവലപ്സ് ലാസ്റ്റ് ഡ്യൂറിങ് early childhood and is responsible for ensuring moral standards are followed. സൂപ്പർ ഈഗോ ഡെവലപ്പ് ചെയ്യുന്നത് ലാസ്റ്റ് ഡ്യൂറിങ് early ചൈൽഡ്ഹുഡിലാണ് ഡെവലപ്പ് ചെയ്യുക. ആൻഡ് ഈസ് റെസ്പോൺസിബിൾ ഫോർ എൻഷുറിങ് മോറൽ സ്റ്റാൻഡേർഡ്സ്. മോറൽ സ്റ്റാൻഡേർഡ്സും എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് ആർ ഫോളോഡ്. ദ സൂപ്പർ ഈഗോ ഓപ്പറേഷൻസ് ഓൺ ആർ മൊറാലിറ്റി പ്രിൻസിപ്പിൾ. സോ സൂപ്പർ ഈഗോ എങ്ങനെ വർക്ക് ചെയ്യുന്നത്? മൊറാലിറ്റി പ്രിൻസിപ്പിളാണ്. സോ ആൻഡ് മോട്ടിവേറ്റ്സ് അസ് ടു ബിഹേവ് ഇൻ എ സോഷ്യലി റെസ്പോൺസിബിൾ ആൻഡ് അക്സെപ്റ്റബിൾ മാനർ. നമുക്ക് എങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കണം നമ്മൾ സോഷ്യലി റെസ്പോൺസിബിളായി സോഷ്യലി അക്സെപ്റ്റബിൾ മാനറിൽ നമ്മൾ നിൽക്കേണ്ടത് എന്നുള്ളതാണ് സൂപ്പർ ഈഗോയിൽ പറയുന്നത്. സോ സാറ ന്യൂ ദാറ്റ് ഷീ കുഡ് സ്റ്റീൽ ദ സപ്ലൈസ് ഫ്രം വർക്ക് ആൻഡ് നോ വൺ വുഡ് നോ അബൌട്ട് ഇറ്റ്. സാറയ്ക്ക് അറിയാം അവിടേക്കും സാധനം വീട്ടിലെടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആരും അറിയില്ല എന്നറിയാം. However, she knew that stealing was wrong. തട്ടിയിടുന്നത് തെറ്റാണെന്ന് അവർക്കറിയാം. So she decided not to take anything even though she would probably never get caught. അവക്കറിയാം അവള് മീൻസ് ആരും പിടിച്ചോണ്ട് പോവില്ല എന്നാൽ തന്നെ, അല്ലെങ്കിൽ അവളെ ആരും എന്ത് ചെയ്യില്ല, പിടിച്ച് കൊണ്ടുപോകത്തില്ല എന്നാൽ തന്നെയും, അല്ലെങ്കിൽ കള്ളത്തരം കണ്ടുപിടിക്കില്ല എന്നാൽ തന്നെയും എന്ത് ചെയ്യാം, അവള് അത് സ്റ്റീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. സോ ഇതാണ് ജസ്റ്റ് പറയാനുള്ളത്. ഈ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. സാറയ്ക്ക് എന്താ അറിയാം, അത് സപ്ലൈസ് അവിടെ ഉണ്ട്, സോ അത് കൊണ്ടുപോകാം, വേണമെങ്കിൽ കൊണ്ടുപോകാം എന്ന് നമുക്കറിയാം അല്ലേ. പക്ഷെ എന്ത് ചെയ്യുന്നില്ല, അവളത് കൊണ്ടുപോകുന്നില്ല എന്നുള്ളത് മാത്രമാണ്. സോ സൂപ്പർ ഈഗോ എന്ന് വെച്ചാൽ മൊറാലിറ്റി പ്രിൻസിപ്പിൾ ആണ്. സോ നമുക്ക് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് വരാം, ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കാൻ തരത്തിൽ ജസ്റ്റ് ഒന്ന് ഓടിച്ച് വരാം. അപ്പം നിങ്ങൾക്കൊന്ന് ഒരു ഐഡിയ കിട്ടും, ഒരു ബ്രീഫ് ഐഡിയ കിട്ടും. സോ നമുക്ക് എവിടെയാണ് പോവേണ്ടത്? സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി, ഐഡിയ പോകണം. ഐഡിയ ആണെങ്കിൽ എന്താണ്, നമുക്ക് പ്ലഷർ പ്രിൻസിപ്പിൾ ആണ്. നമുക്ക് ആവശ്യമുള്ള സാധനം, അല്ലെങ്കിൽ ഒരു സെക്ഷൽ അഗ്രസീവ് അർജ്, പെയിൻ, ഇത് നോക്കിയാൽ മതി. പ്ലഷർ, അവോയ്ഡ്, പെയിൻ, ഡ്രൈവ് ബൈ സെക്ഷൽ അർജ് ആൻഡ് അഗ്രസീവ് അർജ്, ഇതൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. സോ നെക്സ്റ്റ് പറയുവാണെന്നുണ്ടെങ്കിൽ ഈഗോയാണ്. ഈഗോയിൽ എന്താ പറയുന്നത്, റിയാലിറ്റി പ്രിൻസിപ്പിൾ ആണ് പറയുന്നത്. നമുക്ക് ഒരു സാധനം വേണം എന്നുണ്ടെങ്കിൽ നമ്മളത് എടുക്കുന്നു എന്നുള്ളത്, എനിക്ക് അതർ പീപ്പിൾസ് ഹാവ് ആൻഡ് വാണ്ട് ടു, അത് മറ്റുള്ളവർ കൊണ്ട്, അതുകൊണ്ട് എനിക്ക് വേണം എന്നുള്ളൊരു കൺസിഡറേഷൻ ആണ് ഇവിടെ. ഈഗോ എന്ന് പറയുന്നത് നമുക്ക് സോഷ്യലി അക്സെപ്റ്റബിൾ ആണ്. സോ നെക്സ്റ്റ് പറയുവാണെങ്കിൽ മൊറാലിറ്റി പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്നതാണ് സൂപ്പർ ഈഗോയാണ്. സോ നമുക്ക് എന്താണ്, നമ്മൾ ചെയ്യുന്നില്ല, നമുക്കൊരു മൊറാലിറ്റി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, നമുക്കൊരു നല്ലൊരു ചിന്തയുണ്ട്, നമുക്ക് ചെയ്ത മോശമാണ് എന്ന് ആലോചിക്കുന്ന ഒരു ചിന്തയുണ്ട്, അതാണ് സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞാൽ. സോ ദ ഐഡി, ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ വർക്ക് ടുഗദർ ഇൻ ക്രിയേറ്റിംഗ് എ ബിഹേവിയർ. സോ ഐഡിയും സൂപ്പർ ഈഗോയും ആൻഡ് ഈഗോയും കൂടെ ഒരുമിച്ച് ചേരുന്നതാണ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ. സോ ബിഹേവിയർ. സോ ദ ഐഡി ക്രിയേറ്റ് ദ ഡിമാൻഡ്, the ego adds the needs of reality, the super ego adds morality to the action which is taken, and ഇത്രയാണുള്ളത്. സോ ഐഡിയും ഈഗോയും സൂപ്പർ ഈഗോ, അതായത് ഐഡി പ്ലസ് ഈഗോ പ്ലസ് സൂപ്പർ ഈഗോ ഈസ് ഈക്വൽ ടു എന്താണ്, ബിഹേവിയർ. ഓക്കെ ആണല്ലോ. So the ID creates
the demand. ID is equal to demands. The ego adds the need of reality. ഓക്കെ അല്ലേ? ഐ ഡി ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യും, ഈഗോ റിയാലിറ്റിനെ ആഡ് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും? ഡിമാൻഡ് റിയാലിറ്റിയും കൂടെ ഒരുമിച്ച് വരും. വിത്ത് ദ സൂപ്പർ ഈഗോ ആഡ് മൊറാലിറ്റി ടു ദ ആക്ഷൻ വിച്ച് ഈസ് ടേക്കൺ. എന്ത് ചെയ്യും? ഇതിന്റെ കൂടെ മൊറാലിറ്റിയും കൂടെ ആഡ് ചെയ്യും. മൊറാലിറ്റി ഈസ് ഈക്വൽ ടു സൂപ്പർ ഈഗോ. കണ്ടോ? സോ ഇതാണ് സംഭവം. നമ്മളിപ്പോ ഒരു എന്താ പറയുക, ഒരു സ്ക്വയർ ആയിട്ട് വരയ്ക്കുവാണെങ്കിൽ, സോറി ട്രയാങ്കിൾ കേട്ടോ, ട്രയാങ്കിൾ ആയിട്ട് വരയ്ക്കുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ്? ഇവിടെ സൂപ്പർ ഈഗോ, ഇവിടെ മൊറാലിറ്റി, സോറി മൊറാലിറ്റി അല്ല, ഐ ഡി, ഇവിടെ എന്തായിരുന്നു? ഇവിടെ ഐ ഡി, അവിടെ ഈഗോ. ഇതിനകത്ത് ഡിമാൻഡ്സ്, റിയാലിറ്റി ആൻഡ് മൊറാലിറ്റി. ഇതാണ് സംഭവം. പിടികിട്ടിയല്ലോ? ഇത്രയും കൂടെയുള്ള ഒരു മൂന്നിൻ്റെ ഒരു കോമ്പിനേഷനാണ് നമ്മൾ സംസാരിക്കുന്നത്. സോ നമ്മൾ നെക്സ്റ്റ് ഡൈനാമിക് കൺസെപ്റ്റ് ആണ് നോക്കാൻ പോകുന്നത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്താ ഡൈനാമിക് കൺസെപ്റ്റ് എന്ന് നോക്കാം. സോ ഈ ഡൈനാമിക് ഇക്വിലിബ്രിയത്തിന്റെ ഈ ഒരു പിക്ചർ നിങ്ങൾ കാണുന്നുണ്ടാവും. സോ എക്സാംസ് ആർ അപ്രോച്ചിങ്, ഷുഡ് യു നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇപ്പൊ കള്ളു കുടിക്കാൻ തോന്നുവാണ്, സോ അങ്ങനെയാണെങ്കിൽ സൂപ്പർ ഈഗോ, അതായത് നമ്മുടെ മൊറാലിറ്റി നമുക്ക് തോന്നുകയാണ് നമുക്കത് വേണ്ട, അത് ചെയ്യണ്ടെന്നും പറഞ്ഞ് അത് വേണ്ടാന്ന് തീരുമാനിക്കുകയാണ്. സോ നെക്സ്റ്റ് റിവിഷൻ ചെയ്യണോ എന്ന് നമ്മൾ ഡു നോട്ട് റിവിഷൻ ആൻഡ് സോഷ്യലിസം. സോ റിവിഷൻ പഠിക്കണോ, വീണ്ടും പഠിക്കണോ എന്ന് ആലോചിക്കുകയാണ്. അപ്പൊ അത് വേണ്ട തോന്നുകയാണ്. അപ്പൊ ഐഡിയ ആണ് എന്ത് ചെയ്യുന്നത്? ഏറ്റവും കൂടുതൽ പൊങ്ങുന്നത്, സോ അല്ലെങ്കിൽ കൂടുന്നത്. സോ ഡു നത്തിങ് ബട്ട് റിവിഷൻ, ഹാവ് നോ റെസ്റ്റ് ഓർ റിലാക്സേഷൻ. അതായത് എന്താണ്? റിവിഷൻ ചെയ്തോളൂ, പക്ഷെ റെസ്റ്റും ഇല്ല, റിലാക്സേഷൻ ഇല്ല, അതായത് പ്ലഷർ ഇല്ല എന്നാണ് പറയുന്നത്. സോ ദാറ്റ് മീൻസ് എന്താണ്? ഐഡിയും ഈഗോയും സൂപ്പർ ഈഗോയും കൂടെ ഒരുമിച്ച് ബാലൻസ് ആവുന്നു എന്നുള്ളതാണ്. സോ ഇത് മനസ്സിലായി കാണുമല്ലോ അല്ലേ? സോ ഇത്രയുമാണ് ഈ ഡൈനാമിക് ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഡൈനാമിക് കോൺസെപ്റ്റിൽ പറയുന്നത്. സോ എന്താ നോക്കിയാലോ? ഇൻസ്റ്റിങ്ക്റ്റ് മോട്ടിവേറ്റ് ഹ്യൂമൻ ബിഹേവിയർ. ഇതൊരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടായിരിക്കും, നമുക്കൊരു മോട്ടിവേഷൻ തരുന്ന ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടായിരിക്കും. സോ ലിബിഡോ, എനർജി ക്രിയേറ്റഡ് ബൈ സർവൈവൽ ആൻഡ് സെക്ഷൽ ഇൻസ്റ്റിക്ട് വർക്ക്. നമുക്കൊരു എനർജി കിട്ടും അല്ലെ, നമുക്ക് ഒരു എനർജി, ഇത് വേണം, ഇത് ചെയ്യണം എന്നൊരു എനർജി അല്ലെങ്കിൽ സർവൈവൽ എനർജി ഉണ്ടായിരിക്കും. സോ കാത്തക്സിക്സ് ഡിറക്റ്റിംഗ് ദ എനർജി ടു സാറ്റിസ്ഫൈ നീഡ്. അതെന്താണ് കാത്തക്സിക്സ് എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ കതൈസിസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വേണം, അതിന് വേണ്ടി ഒരു എനർജി, നമുക്ക് ഡിറക്റ്റിംഗ് എനർജിയാണ്. സോ ആന്റി കാത്തസിക്സ് എന്നാണ് എഗെയിൻസ്റ്റ് ആയിരിക്കും അല്ലെ. ദ ഫോഴ്സ് ഈഗോ എക്സേർട്ട് ടു ബ്ലോക്ക് ഇമ്പൾസസ് ഫ്രം ഐഡിയിൽ നിന്ന് വരുന്ന ഇമ്പൾസുകളെ ഈഗോ ബ്ലോക്ക് ചെയ്യുന്നു. And anxiety, conscious state where a painful emotion is produced by internal or external. And anxiety എന്താണ്? ഒരു കോൺഷ്യസ് ആയിരിക്കും നമ്മൾ സ്റ്റേറ്റ് വേറെ പെയിൻഫുൾ ഇമോഷൻ, നമുക്കൊരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു ഇമോഷൻ ഉണ്ടായിരിക്കും. ആൻഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ, ഇന്റേണലിയോ എക്സ്റ്റേണലിയോ നമുക്കൊരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ഇമോഷൻ ഫോം ചെയ്യുകയാണ്. സോ ഇത്രയും ചെയ്യുന്നത്. സോ ഇൻസ്റ്റിക്റ്റ്, ലിബിഡോ, കത്തക്സിക്സ്, ആന്റി കത്തക്സിക്സ് ആൻഡ് ആങ്സൈറ്റി ആണ്. സോ ഡെഫിനിഷൻ ആണ്. ഈ കൺസെപ്റ്റുകൾ നോക്കി വെക്കുക. കൺസെപ്റ്റ് ഇത്രയും കൺസെപ്റ്റുകളുണ്ട്. സോ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഇതിൽ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. മേ ബി തിരിച്ചു മറിച്ചുമൊക്കെ PSC ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ററാക്ഷൻ ഓഫ് ഡ്രിവൺ ആൻഡ് ഫോഴ്സ് വിത്ത് ദ പേഴ്സൺ, പെർട്ടിക്കുലർലി അൺകോൺഷ്യസ് ആൻഡ് ബിറ്റ്വീൻ ദ ഡിഫറെന്റ് സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി. അതായത് ഇന്ററാക്ഷൻ ഓഫ് ഡ്രൈവ്സ് ആൻഡ് ഫോഴ്സസ് വിത്തിൻ ദ പേഴ്സൺ. ഒരു പേഴ്സണിനുള്ളിൽ തന്നെ ഒരു ഇന്ററാക്ഷൻ, ഡ്രൈവും ഫോഴ്സിന്റെ ഒരു ഇന്ററാക്ഷൻ ഉണ്ടാവുന്നു, പെർട്ടിക്കുലർലി അൺകോൺഷ്യസ് ആയിരിക്കുമ്പോൾ. ആൻഡ് ബിറ്റ്വീൻ ദ ഡിഫറെന്റ് സ്ട്രക്ചർ ഓഫ് ദ പേഴ്സണാലിറ്റി, എന്താണ് അവരുടെ പേഴ്സണാലിറ്റിയിലെ ഡിഫറെന്റ് സ്ട്രക്ചേഴ്സും ഒക്കെയാണ് വരുന്നത്. ID vs സൂപ്പർ ഈഗോ, ഇൻഡിവിജ്വൽ vs സൊസൈറ്റി ആണ് എക്സാമ്പിൾ. ഐഡിയും സൂപ്പർ ഈഗോയും എപ്പോഴാണ് വരുന്നത്? ഒരു ഇൻഡിവിജ്വൽ സൊസൈറ്റി. ഇപ്പം ഞാൻ എന്തും ചെയ്യും, മറ്റുള്ള എന്തെങ്കിലും പറഞ്ഞോട്ടെ, എനിക്കത് പ്രശ്നമില്ല എന്ന് പറയുന്നത്. ആൻഡ് റിസ്ട്രെയിൻ എക്സ്പ്രഷൻ ഓഫ് ഓൾ ഡ്രൈവ് ആൻഡ് സൂപ്പർ പ്ലസ് എനർജി റിസൾട്ട് ഇൻ ആങ്സൈറ്റി. ഇതൊക്കെയാണ് നോർമലി ഇതിനകത്ത് വരുന്നത്. സോ ജസ്റ്റ് എന്തൊക്കെയാണ് കൺസെപ്റ്റ് എന്ന് മാത്രം മനസ്സിലാക്കി വെക്കുക, അത് മാത്രമേ ഉള്ളൂ. സോ ഡെവലപ്മെന്റൽ കൺസെപ്റ്റ് ആണ്. സോ ഓരോ കൺസെപ്റ്റിലും ചെറിയ ചെറിയ ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഫോളോ. ഡൈനാമിക് കൺസെപ്റ്റിൽ മെയിൻ ആയിട്ട് ഇത് ഇത്രയും പഠിക്കുക. എന്തായിരുന്നു? ഇൻസ്റ്റിങ്ക്റ്റും ലിബിഡോയും കത്തക്സിയ, ആന്റി കത്തക്സിയ, ആങ്സൈറ്റി മാത്രം നോക്കുക. ഇവിടെ
ഇത് ഇമ്പോർട്ടൻറ്റ് ഭാഗമല്ല, ജസ്റ്റ് ആഡ് ഓൺ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. സോ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഡെവലപ്മെന്റ് കൺസെപ്റ്റ് ആണ്. ദ ഈഗോ ഡ്രിവൺ ബൈ ഐ ഡി. ഈഗോ ഡ്രിവൺ ചെയ്യുന്ന ഐ ഡി ആണല്ലോ ഈഗോയിലേക്ക് മാറുക. സോ ഡ്രിവൺ ചെയ്യുന്നത്. സോ കൺഫിഡൻറ്റ് ബൈ ദ സൂപ്പർ ഈഗോ, പിന്നെ അത് സൂപ്പർ ഈഗോയിലേക്ക്. ആൻഡ് സ്ട്രഗിൾ ഇൻ ബ്രിങ്ങിങ് അബൌട്ട് ഹാർമണി എമംഗ് ദ ഫോഴ്സസ്. എന്ത് ചെയ്യുന്നത്, എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുവരാനുള്ള ഒരു സ്ട്രഗിളിംഗ് ഉണ്ടായിരിക്കും അല്ലേ. ദ ഈഗോ പ്രൊട്ടക്ട്സ് ഇറ്റ് സെൽഫ് ഫ്രം ഓവർലോഡ് ഓഫ് പ്രഷർ. ഈഗോ എന്ത് ചെയ്യും, ഓവർലോഡ് പ്രഷറിനെ കുറയ്ക്കുന്നു. ആൻഡ് ആങ്സൈറ്റി ആൻഡ് ഡിപ്രഷൻ വിത്ത് ഡിഫൻസ് മെക്കാനിസം. ഇതെന്ത് ചെയ്യും, ഒരു ഡിഫൻസ് മെക്കാനിസം വെച്ചുകൊണ്ട് ഈ ഉണ്ടാവുന്ന പ്രഷർ, ആങ്സൈറ്റി, ഡിപ്രഷൻ ഒക്കെ കുറയ്ക്കുവാണ് ചെയ്യുന്നത്. ദ ഡിഫൻസ് മെക്കാനിസം പ്രൊവൈഡ് എ ഷോർട്ട് ടേം റിലീഫ്. ഈ ഡിഫൻസ് മെക്കാനിസം കൊണ്ട് നമുക്ക് ചെറിയ റിലീഫ് ഉണ്ടായിരിക്കും. ബട്ട് ഡിസ്റ്റോർട്ട് റിയാലിറ്റി, ക്രിയേറ്റിംഗ് മോർ ലോങ്ങർ ടേം പ്രോബ്ലം. പിന്നെ എന്ത് ചെയ്യുന്നത്, വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് മേ ബി ലോങ്ങർ ടേമിലേക്ക് പോവാം അല്ലേ. കാര്യം ചെറിയ ഒരു ഷോർട്ട് ടേം റിലീഫാണ്. അതിനുശേഷം പിന്നെ ആ ഷോർട്ട് ടേം റിലീഫ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, അതെല്ലാം കൂടെ ഒരുമിച്ച് ക്ലബ് ചെയ്ത് വേണമെങ്കിൽ പ്രശ്നങ്ങൾ ഡെവലപ്പ് ആവാം അല്ലേ. സോ ദ ഈഗോ എംപ്ലോയ്സ് എ റേഞ്ച് ഓഫ് ഡിഫൻസ് മെക്കാനിസം. ഈ ഈഗോ എന്താ ചെയ്യുക, ഒരു റേഞ്ച് ഓഫ് ഡിഫൻസ് മെക്കാനിസം ആണ്. ഡിഫൻസ് മെക്കാനിസം ഓപ്പറേറ്റ് അറ്റ് an unconscious level and help get rid of unpleasant feeling. അതായത് എന്താണ്, ഡിഫൻസ് മെക്കാനിസം എന്ത് ചെയ്യും, അൺകോൺഷ്യസ് ആയിട്ടുള്ള ലെവലിന് എന്ത് ചെയ്യും, ആ ഒരു മെക്കാനിസത്തിനെ ഓപ്പറേറ്റ് ചെയ്യുന്നു. കണ്ടോ, ഡിഫൻസ് മെക്കാനിസം ഓപ്പറേറ്റ് അൺകോൺഷ്യസ് ലെവൽ. നമ്മൾ അൺകോൺഷ്യസ് ലെവലിലാണ് ഡിഫൻസ് മെക്കാനിസം ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഹെൽപ്പ് ഗെറ്റ് റിഡ് ഓഫ് അൺപ്ലസന്റ് ഫീലിംഗ്. നമുക്ക് അൺപ്ലസന്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് നമുക്ക് എന്ത് ചെയ്യും, മാറ്റി തരികയാണ് ചെയ്യുന്നത്. സോ ഡെവലപ്മെന്റ് കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ, മനസ്സിലാക്കുക. നമുക്കൊരു ഡിഫൻസ് മെക്കാനിസം ഉണ്ട്, ഷോർട്ട് ടേം റിലീഫ് ആയിരിക്കും, ബട്ട് അത് ലോങ് ടേം പ്രോബ്ലം ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. സോ ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ അൺകോൺഷ്യസ് ലെവലിൽ ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, നമുക്ക് അവിടെ നിന്ന് ഉണ്ടാവുന്ന അൺപ്ലസന്റ് ആയിട്ടുള്ള ഫീലിങ്സിനെ ഗെറ്റ് റോഡ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് ഇവിടെ ഈഗോയിൽ ചെയ്യുന്നത്. സോ അതിനു മുന്നേ ഈഗോ, ഐ ഡി, സൂപ്പർ ഈഗോ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് വേണം ഈ കൺസെപ്റ്റുകൾ പഠിക്കാൻ കേട്ടോ. നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് ഇങ്ങോട്ടേക്ക് വരാവും. സോ വൈ ഡു വി നീഡ് ഡിഫൻസ്? നമുക്ക് ഡിഫൻസിന്റെ ആവശ്യം എന്താണ്? Defense mechanisms are invented by the ego in an attempt to resolve the conflict between ID and superego. Defense mechanism ആണ് ഈഗോയാണ് കണ്ടുപിടിച്ചതെന്നാണ് പറയുന്നത്. In an attempt to resolve the conflict, അതായത് ഐഡിന്റെയും സൂപ്പർ ഈഗോയിന്റെയും, ഇവിടെ ഐഡി നിപ്പുണ്ട്, ഇവിടെ സൂപ്പർ ഈഗോ നിപ്പുണ്ട്. സോ ഇതിനെ രണ്ടിനെയും കോൺഫ്ലിക്റ്റ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻവെന്റ് ചെയ്ത കാര്യമാണ് എന്ത്, ഈഗോ എന്നാണ് പറയുന്നത്. ആൻഡ് so that personality can operate in a healthy manner. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു ഹെൽത്തി മാനറിൽ നമുക്ക് എല്ലാം കൂടെ ഫോക്കസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. അൺവാണ്ടഡ് മെമ്മറീസ് ബാനിഷ്ഡ് ടു ദ അൺകോൺഷ്യസ്നെസ്. നമുക്ക് ആവശ്യമില്ലാതെ എന്ത് ചെയ്യും, അൺകോൺഷ്യസ് മെമ്മറിയിലേക്ക് പോകും. ആൻഡ് ഡു നോട്ട് ഡിസപ്പിയർ. ദേ കണ്ടിന്യൂസ് ടു എക്സേർട്ട് എ പവർഫുൾ ഇൻഫ്ലുവൻസ് ഓർ ബിഹേവിയർ. അതെന്താ ചെയ്യുക, അത് നമ്മുടെ ബിഹേവിയറിൽ പവർഫുൾ ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് ചൊലുത്തിക്കൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത്. ഡിഫൻസ് മെക്കാനിസം ഹെൽപ്പ് കീപ് ഏർജ് ത്രൂ എ മെമ്മറി ദാറ്റ് കോസ് ആങ്സൈറ്റി ഇൻ ദ അൺകോൺഷ്യസ്നെസ്. ഡിഫൻസ് മെക്കാനിസം എന്താ ചെയ്യുക, നമുക്ക് നമ്മുടെ അർജുകള്, മെമ്മറീസ്, തോട്ട്സ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, അത് നമ്മുടെ ഈ ആങ്സൈറ്റി അല്ലെങ്കിൽ അൺകോൺഷ്യസിൽ ഇരിക്കുന്ന ഈ സംഭവങ്ങളൊക്കെ ഇല്ലേ, ഇതിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് കൊണ്ടുവരാനായിട്ട് സഹായിക്കുകയാണ് ഡിഫൻസ് മെക്കാനിസം ചെയ്യുക. എല്ലാം കീപ്പ് ചെയ്ത് നിർത്തുക. അർജുകള്, നമ്മുടെ ഓൾഡ് മെമ്മറികളൊക്കെ, അൺകോൺഷ്യസ് കിടക്കുന്ന അല്ലെങ്കിൽ ആങ്സൈറ്റി ഉണ്ടാക്കാൻ ചാൻസ് ഉള്ളതിനെയൊക്കെ എന്ത് ചെയ്യും, എല്ലാം കൂടെ പിടിച്ചു നിർത്തുവാണ് ഡിഫൻസ് മെക്കാനിസം ചെയ്യുന്നത്. ഇഫ് ഇറ്റ് യൂസ്ഡ് വൺസ് ഇൻ എ വൈൽ ദ പേഴ്സൺ ഓഫ് യൂസിങ് ഇറ്റ് ഈസ് ടു റെഡ്യൂസ് സ്ട്രെസ്. നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് നമുക്ക് സ്ട്രെസ് കുറയ്ക്കാൻ പറ്റും. സോ ഇത് അത് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഒരു സാധനമാണെന്ന് വിചാരിക്കരുത്, ഇത് ഹൈപ്പോത്തറ്റിക്കലാണ്. അത് മാത്രം ആലോചിക്കാറുണ്ട്, വേറെ എക്സ്ട്രാ ഒന്നും. എനിക്കറിയാം ഇച്ചിരി ചവ സാധനമാണ്, വെറുതെ കൊണ്ടിരിക്കാൻ പോലും ഇച്ചിരി മെനക്കെട്ട പരിപാടിയാണ്, എനിക്ക് പഠിപ്പിക്കാൻ ഒട്ടും താല്പര്യമില്ല. കാരണം എന്താണ്, ഇത് ചുമ്മാ ചവറാണ്, വായിച്ചാൽ പോലും മണ്ടയിൽ കയറാത്തൊരു സാധനമാണ്. സോ അതുകൊണ്ടാണ്, വേറെ വഴിയില്ല, നമുക്ക് പഠിച്ചേ പറ്റൂ. കാരണം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും PSC ചോദ്യങ്ങൾ ചോദിക്കും. കഴിഞ്ഞ പ്രാവശ്യം 2-3 ചോദ്യങ്ങൾ ഇതിൽ നിന്നുണ്ടായിരുന്നു കേട്ടോ. But if it is used frequently, it means the individual are trying to, ഇവിടെ ഇതുണ്ട് കേട്ടോ, ഇവിടെ trying to be in. സോ ഇത് നമ്മൾ ഈ ഒരു മെക്കാനിസം, അതായത് ഡിഫൻസ് മെക്കാനിസം വീണ്ടും ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഇൻഡിവിജ്വല് ട്രൈങ് ടു എന്തൊക്കെയാണ്, ഡിനൈൽ
ഒന്ന് റെഫ്യൂസിങ് ടു അക്സെപ്റ്റ് റിയൽ ഈവൻ ബിക്കോസ് ദി ആർ അൺപ്ലസന്റ്. നമ്മൾ വീണ്ടും ഡെഫൻസ് മെക്കാനിക്സ് ഉപയോഗിക്കുവാണ്, അല്ലെങ്കിൽ ഞാൻ മറക്കാൻ ശ്രമിക്കുവാണ്. അങ്ങനെ എന്താണ്, നമ്മൾ ഒറിജിനൽ അല്ലെങ്കിൽ റിയൽ ആയിട്ട് നടക്കുന്ന കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. An example, Kaita refused to admit she is an alcoholic problem although she is undergoing a single day without drinking excessively. സോ എന്താണ്, എനിക്ക് കള്ള് കുടിക്കണം, അല്ലെങ്കിൽ ഞാൻ കള്ള് കുടിക്കും ദിവസവും, ഒരു ദിവസം എനിക്ക് കുടിക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷെ എനിക്ക് കള്ളുകുടി കാരണമാണ് ഈ അസുഖം വന്നത്, അല്ലെങ്കിൽ കള്ളുകുടി കാരണം എനിക്ക് ഒരുപാട് പ്രശ്നമുണ്ടെന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല. അതാണ് ഡിനയൽ. ഇനി ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവാം. എങ്ങനെ, ട്രാൻസ്ഫറിങ് ഇൻഅപ്രോപ്രിയേറ്റ് അർജ് ഓർ ബിഹേവിയർ ഓൺ ടു എ മോർ അക്സെപ്റ്റബിൾ ഓർ ലെസ് ത്രെറ്റനിങ് ടാർഗറ്റ്. അതായത് എങ്ങനെയാണ്, നമുക്ക് നമ്മുടെ അർജുകളോ അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയറോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ മറ്റൊരാളുടെ മണ്ടി ചാർത്തി വെക്കില്ലേ. അതായത് അക്സെപ്റ്റബിൾ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ലെസ് ത്രെറ്റനിങ് ടാർഗറ്റുകൾ ഉണ്ടായിരിക്കും നമുക്ക്, അല്ലേ? ഇപ്പം എക്സാമ്പിൾ, ഞാനൊരു പ്രശ്നം ചെയ്തിട്ട് മറ്റുള്ള മണ്ടി എടുത്ത് കയറ്റി വെക്കും. അതുപോലെ ഇപ്പം എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഡ്യൂറിങ് ലഞ്ച് അറ്റ് റെസ്റ്റോറൻറ്റ് മാർക്ക് ഈസ് ആംഗ്രി അറ്റ് ഹിസ് ഓൾഡർ ബ്രദർ but do not express it and instead in verbally abuse to the server. അതായത് നമ്മുടെ റെസ്റ്റോറൻറ്റിൽ ലഞ്ച് വിളമ്പി കൊണ്ടുവരുന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, ഇപ്പോൾ അയാളുടെ അടുത്ത് ദേഷ്യപ്പെടേണ്ട, ഈ വെയിറ്ററിനോട് ദേഷ്യപ്പെടാണ്ട് എന്ത് ചെയ്തു, സ്വന്തം അതിനോട് ദേഷ്യപ്പെട്ടു. കാര്യം എന്താണ്, അതിനോട് ദേഷ്യപ്പെട്ടാൽ വലിയ പ്രശ്നമില്ല, അത് മറ്റുള്ളവരുടെ മണ്ടയിൽ ചാർത്തി വെക്കുക എന്നുള്ളതാണ് ഡിസ്പ്ലേസ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുക. സോ പ്രൊജക്ഷൻ, ആട്രിബ്യൂട്ടിങ് അൺഅക്സെപ്റ്റബിൾ ഡിസയർ ടു അതേഴ്സ്. അതായത് എങ്ങനെയാണ്, ആട്രിബ്യൂട്ട് നമുക്ക് അൺഅക്സെപ്റ്റബിൾ ഡിസയേഴ്സ് മറ്റുള്ളവരിലേക്ക് ചുമർത്തുക, പ്രൊജക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രൊജക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ, ചെറിസ് ഓഫൺ ചീറ്റ് ഓൺ ഹെർ ബോയ് ഫ്രണ്ട് ബിക്കോസ് ഷീ സസ്പെക്ട്സ് ഹി ഈസ് ഓൾറെഡി ചീറ്റിംഗ് ഓൺ ഹെർ. എങ്ങനെയാണ്, ചെറിസ് ആണെങ്കിൽ എന്ത് ചെയ്തു, ഓഫൺ ചീറ്റ് ഓൺ ഹെർ ബോയ് ഫ്രണ്ട്. ചെറിസ് അവളുടെ ബോയ് ഫ്രണ്ട് ഇടയ്ക്കിടയ്ക്ക് ചീറ്റ് ചെയ്യാറുണ്ട്. ബിക്കോസ് എന്തുകൊണ്ട്, ഷീ സസ്പെക്റ്റഡ് ഹി ഈസ് ഓൾറെഡി ചീറ്റിംഗ് ഓൺ. അവൾ വിചാരിച്ചു എന്നെ ചീറ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാനും ചീറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചു. ഇനി പ്രൊജക്ഷൻ നോക്കിയാലോ, കണ്ടോ, ആട്രിബ്യൂട്ടിങ് അൺഅക്സെപ്റ്റബിൾ ഡിസയർ ടു അതേഴ്സ്. എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ, അതായത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് അത് ഞാൻ ചെയ്യുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് ചെയ്യുന്നു എന്നുള്ളത് പോലെ. അതായത് ഇപ്പം ഞാൻ പറഞ്ഞില്ല, അവൻ ചെയ്യുന്നുണ്ടല്ലോ, എനിക്ക് പ്രശ്നമില്ല, ഞാനും ചെയ്യുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അൺഅക്സെപ്റ്റബിൾ ടു അതർ, അൺഅക്സെപ്റ്റബിൾ ഡിസയേഴ്സ്, നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, പുറത്തുനിന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഡിസയേഴ്സ് ടു അതേഴ്സ് ആണ്. സോ ഇത്രയുമാണ് പ്രൊജക്ഷനിൽ പറയുന്നത്. സോ നെക്സ്റ്റ് ഇസ് റാഷണലൈസേഷൻ, ജസ്റ്റിഫൈങ് ബിഹേവിയർ ബൈ സബ്സ്റ്റിറ്റ്യൂട്ടിങ് അക്സെപ്റ്റബിൾ റീസൺ ഫോർ ലെസ് അക്സെപ്റ്റബിൾ റീസൺ. അതായത് എങ്ങനെയാണ്, നമ്മൾ ജസ്റ്റിഫൈ ചെയ്യും, അക്സെപ്റ്റബിൾ റീസൺ വെച്ചിട്ട് എന്ത് ചെയ്യും, ലെസ് അക്സെപ്റ്റബിൾ റീസൺ വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ടിങ്. ഇപ്പോൾ ഉള്ള റീസണിനെ നമ്മൾ പകരം കുറച്ച് റീസൺ ഉള്ളതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എക്സാമ്പിൾ പറഞ്ഞുതരാം. കിം failed his history course because he did not study or attended class, but he told his roommate that he failed because the professor didn't like him. കണ്ടോ, അതായത് കിം പറയുവാണ്, ഞാൻ ഹിസ്റ്ററി ക്ലാസ് കോഴ്സ് ഞാൻ തോറ്റുപോയി. അപ്പോൾ പറയുവാണ് എൻ്റെ റൂംമേറ്റും തോറ്റുപോയി കാരണം പ്രൊഫസറിന് അയാൾ ഇഷ്ടമില്ല എന്നുള്ളത്. കണ്ടോ, അതായത് അക്സെപ്റ്റബിൾ റീസൺ തോറ്റു എന്നുള്ളതാണ്, പക്ഷേ ലെക്സെപ്റ്റബിൾ റീസൺ എന്താണ്, അവൻ്റെ റൂംമേറ്റും തോറ്റു എന്നുള്ളതാണ്. എന്തുകൊണ്ട്, പ്രൊഫസറിന് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്, അതായത് നമ്മൾ ഇതിനെ വെച്ചിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് ഇസ് റിയാക്ഷൻ ഫോർമേഷൻ ആണ്. റെഡ്യൂസിങ് ആങ്സൈറ്റി ബൈ അഡോപ്റ്റിംഗ് ബിലീഫ് കോട്ടിയർ ടു യുവർ ഓൺ ബിലീഫ്. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതനുസരിച്ചിട്ട് ഞാൻ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ അതനുസരിച്ച് ഞാൻ വിശ്വസിക്കുകയുള്ളൂ. നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ്. നഡിയ ഈസ് ആംഗ്രി വിത്ത് ഹെർ കോവർക്കർ ബോത്ത് ഫോർ ഓൾവേസ് അറൈവിംഗ് ലേറ്റ് ടു വർക്ക് ആഫ്റ്റർ എ നൈറ്റ് ഓഫ് പാർട്ടിങ്, ബട്ട് ഷീ ഈസ് നൈസ് ആൻഡ് അഗ്രീബിൾ ടു ബോത്ത് ആൻഡ് അഫീം ദ പാർട്ടി വാസ് സോ കൂൾ. അതായത് നടി എന്ത് ചെയ്തു, കോവർക്കറിനോട് ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. കാര്യം ഇന്നലെ നമ്മൾ പാർട്ടിക്ക് പോയി, അതുകൊണ്ട് എന്താണ് അത് ശരിയായില്ല, അതുകൊണ്ട് നമുക്ക് രാത്രി ഇരുന്ന് വർക്ക് ചെയ്യേണ്ട, അല്ലെങ്കിൽ നമ്മൾ ലേറ്റ് ആയിട്ട് വന്നതുകൊണ്ട് അത് പ്രശ്നമാണ്. അതിന്റെ റീസൺ എന്താണ്, അവളുടെ കൂട്ടുകാരി അവളും കൂടെ എന്ത് ചെയ്തു, പാർട്ടിക്ക് പോയി. പക്ഷെ രണ്ടുപേരും പറയുന്നുണ്ട് പാർട്ടി കൊള്ളാം, നീ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, ഞാൻ പിടിച്ചത് 3 കൊമ്പ്, പാർട്ടിക്ക് പോയി അത് കൊള്ളാം, പക്ഷെ എന്നാൽ എന്താണ് അവൾ വഴക്ക് പറയുകയും ചെയ്യും. അതുപോലെ അതായത് നീ ചെയ്തത് തെറ്റ് എന്നുള്ളത് നമ്മൾ അതിൽ കൂടെ ഉണ്ടെങ്കിലും അവൾ ചെയ്ത തെറ്റ് ശരിയാകില്ല, എന്നാലും നീ അങ്ങനെ പറയേണ്ടായിരുന്നടി എന്നൊക്കെ പറയുന്നത് ചില ആൾക്കാർ കൂടെ നിന്നിട്ട്. അതുപോലെയാണ് റിയാക്ഷൻ ഫോർമേഷൻ ഉണ്ടാവുന്നത്.
So next is regression ആണ്. Returning to coping strategy or less mature stage of development. എങ്ങനെയാണ് അത് നമുക്ക് ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞു നോക്കാം. After falling to pass his doctoral examination, Georgia spent day in bed cutting his favorite childhood toy. എങ്ങനെയാണ് ഡോക്ടറിന്റെ എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു, ജിയോജിയ തന്റെ ഫേവറേറ്റ് ടോയ് ചൈൽഡ്ഹുഡ് ടോയുമായിട്ട് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി എന്നുള്ളതാണ് കേട്ടോ. റിട്ടേണിംഗ് ടു കോപ്പിംഗ് സ്ട്രാറ്റജി ഫോർ ലെസ് മെച്യൂർ സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ്. അതായത് അവര് തിരിച്ചു വരികയാണ്. ഇപ്പൊ വേറൊരു സ്റ്റേറ്റിലാണെങ്കിൽ തന്നെയും ആ സ്റ്റേറ്റിൽ നിന്ന് തിരിച്ച് റിട്ടേണിംഗ് ടു കോപ്പിംഗ് സ്ട്രാറ്റജീസ് അവർ വീണ്ടും കോപ്പിയും ചെയ്യുന്നു ഫോർ ലെസ് മെച്യൂർ സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ്. എന്ത് അവര് ലെസ്സായിട്ട് മെച്യൂർ ആയിരുന്ന സമയത്തുള്ള സ്റ്റേജിലുള്ള ഡെവലപ്മെന്റുകളും കാര്യങ്ങളും എന്ത് ചെയ്യുന്നു, അവിടെ ഇവര് റിട്ടേണിങ് ചെയ്യുന്നു അല്ലെങ്കിൽ റിട്ടേൺ ചെയ്ത് വരുന്നു എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞത് ഡോക്ടറിന്റെ എക്സാമിനേഷൻ പാസ്സായതിനു ശേഷം ജോജി എന്ത് ചെയ്തു, ഒരു ദിവസം മൊത്തം കൊച്ചുകുട്ടി മറ്റേ ചൈൽഡ്ഹുഡ് ടോയുമായിട്ട് കഡിൽ ചെയ്യാനായിട്ട് ആരംഭിച്ചു എന്നുള്ളത്. നെക്സ്റ്റ് ഇസ് റിപ്രഷൻ ആണ്. സപ്രസിങ് പെയിൻഫുൾ മെമ്മറി ആൻഡ് തോട്ട്സ്. അതായത് നമ്മൾ എന്തു നമുക്ക് അത്രയും വിഷമുള്ള മെമ്മറിയും തോട്ട്സിനെയും സപ്രസ് ചെയ്യുന്നു. ലെഷാസ് കനോട്ട് റിമെമ്പർ ഹെർ ഗ്രാൻഡ് ഫാദർ ഫെയ്റ്റൽ ഹാർട്ട് അറ്റാക്ക് ഓൾ ത്രൂ ഷീ വാസ് പ്രസന്റ്. അവൾ അവിടെ ഉണ്ടായിരുന്നു, എന്നിരുന്നാൽ തന്നെയും ലെഷയുടെ മുത്തച്ഛന്റെ ഹാർട്ട് അറ്റാക്ക് അവർക്ക് ഓർക്കാനായി സാധിക്കുന്നില്ല. അത് വേണ്ടാന്നും പറഞ്ഞിട്ട് സപ്രസ് ചെയ്യുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് സബ്ലിമേഷൻ ആണ്. എന്താണ്, റീഡിറക്റ്റിംഗ് അൺഅക്സെപ്റ്റബിൾ ഡിസയർ ത്രൂ സോഷ്യലി അക്സെപ്റ്റബിൾ ചാനൽസ്. നമുക്ക് സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ചാനൽ വഴിയിട്ട് നമ്മൾ നമ്മുടെ ഡിസയേഴ്സിനെ അൺഅക്സെപ്റ്റബിൾ രീതിയിൽ നമ്മൾ റീഡിറക്ട് ചെയ്യുന്നു. അത് എന്താന്നുള്ള എക്സാമ്പിൾ പറഞ്ഞുതരാം. ജെറോംസ് ഡിസയർ ഫോർ റിവെഞ്ച് ഓൺ ഡ്രങ്ക് ഡ്രൈവ് ഹു കിൽ ഹിസ് സൺ ഇൻ ഈസ് channeled into a community support group for people who have lost loved one to drunk drive. അതെങ്ങനെയാണ് നമ്മൾ റീഡിറക്റ്റിംഗ് അൺഅക്സെപ്റ്റബിൾ ഡിസയർ. അതായത് അൺഅക്സെപ്റ്റബിൾ എന്താണ്, മകൻ മരിച്ചു എന്നുള്ളതാണ്, സൺ ഡൈഡ് അല്ലെ, ത്രൂ സോഷ്യലി അക്സെപ്റ്റബിൾ ചാനൽ. സ്വന്തം മകൻ കള്ള് കുടിച്ച് വണ്ടി ഓടിച്ച് എന്ത് ചെയ്തു, വണ്ടി ഓടിച്ച് സ്വന്തം മകനെ കൊന്നു എന്നുള്ളത് അതൊരു പ്രശ്നമാണ്. അതൊരു സ്വന്തം കള്ള് കുടിച്ച് അങ്ങനെ ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് ചെയ്തു, ഹൂ കിൽഡ് ഹിസ് സൺ, കൊന്നു അല്ലെ, സ്വന്തം മകനെ കൊന്നു എന്നുള്ളതാണ്. അത് പുള്ളിക്കാരൻ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് കണ്ടോ, അൺഅക്സെപ്റ്റബിൾ ഡിസയറിനെ റീഡിറക്ട് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മറ്റുള്ള കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് സപ്പോർട്ട് ചെയ്തു, അയച്ചു കൊടുത്തു. എന്താണ്, നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യരുത്, നിങ്ങൾ ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് ചെയ്യരുത്. ഹു ഹാവ് ലോസ്റ്റ് ലവ്ഡ് വൺസ് ടു ഡ്രങ്ക് ഡ്രൈവ്. അതായത് ഞാൻ കള്ള് കുടിച്ച് വണ്ടി ഓടിച്ചുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടവരെ എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ റീഡിറക്ട് ചെയ്യുവാണ്. സോ എനിക്കറിയാം ഇത് കേൾക്കുമ്പോൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്, നിങ്ങൾക്ക് ഉറക്കാൻ വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. സോ എന്താന്നുള്ളത് കാര്യം എക്സാമ്പിൾസ് പഠിക്കുക, അപ്പം നിങ്ങൾക്ക് കാര്യം ഐഡിയ കിട്ടും കേട്ടോ. സോ ഫ്രോഡിന്റെ സൈക്കോസെക്ഷൽ സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓറൽ 0 to 2. So infant achieves gratification through oral activities such as feeding, thumb sucking and babbling. അതായത് ഫീഡിങ്, ആഹാരം കഴിക്കുന്നത്, തമ്പ് സക്ക് ചെയ്യുന്നത്, ബബ്ലിംഗ് ഒക്കെ എങ്ങനെയാണ് ഇൻഫന്റ് അച്ചീവ് ചെയ്യുന്നതാണ് ഓറൽ ആക്ടിവിറ്റീസ് വഴി. പിന്നെ ഈ ഓറൽ ആക്ടിവിറ്റി നമ്മൾ കുഞ്ഞായിരിക്കുമ്പോഴേ കുട്ടികൾ ഈ തമ്പ് സക്കൊക്കെ ചെയ്യാറുണ്ട്, വയറ്റിനകത്ത് വൂമ്പിനകത്ത് ഇരിക്കുമ്പോൾ ഉണ്ടെന്നൊക്കെയുള്ള സ്റ്റഡീസ് ഉണ്ട് കേട്ടോ. So anal 2 to 3, the child learn to respond to some of the demand of society such as bowel and bladder control. അതായത് എപ്പോഴും നമുക്ക് അപ്പിടാൻ പറ്റില്ല, എപ്പോഴും നമുക്ക് മൂത്രം ഒഴിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ആ ഡിമാൻഡ് അനുസരിച്ച്, നമ്മൾ സൊസൈറ്റി ഡിമാൻഡ് അനുസരിച്ചിട്ട് നമ്മളത് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. സോ അടുത്ത് ഫാലിക് 3.7. So the child learn to realize the difference between males and female ആണ്. Males and female and become aware of sexuality. ഫേസ് ഫാലിക് 3.7 ഒക്കെ സംഭവിക്കാം. 3 to 7 ആകുമ്പോൾ, ഇവിടെ 3 to 7 ആണ്, 3.7 3 to 7 ആകുമ്പോൾ എന്ത് സംഭവിക്കുക, അവർക്ക് മെയിലും ഫീമെയിലും തമ്മിലുള്ള ഒരു അവയർനെസ് അവർക്ക് മനസ്സിലാവും. So next latency 7 to 11 ആണ്. The child continues his or her development but sexual urge are relatively quiet. അവർ ഡെവലപ്മെന്റ് നടക്കും, പക്ഷെ അവർക്ക് സെക്ഷൽ അർജ് ഒന്നും ഉണ്ടായിരിക്കില്ല. അതൊക്കെ എന്തായിരിക്കും, റിലേറ്റീവ്ലി ക്വയറ്റ്, പുറത്തൊന്നും കാണിക്കില്ല. സോ ജെനിറ്റിലാണ് 11, അഡൾട്ട് ആണ്. The growing adolescent shakes off old differences and learn to deal maturely with the opposite sex. ഓപ്പോസിറ്റ് സെക്സിനോട് കാണിക്കുന്ന ചെറിയ ഒരു അട്രാക്ഷൻ, പിന്നെ അവർക്ക് ഡിപ്പെൻഡൻസീസ് വേണം, അതായത് ആരുടെയെങ്കിലും ഇത് വേണം, പിന്നെ മെച്യൂരിറ്റിനെ ഡീൽ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ജെനിറ്റൽ 11 അഡൽട്ടിൽ
വരുന്നത്. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇത് പഠിക്കാതെ പോവരുത്. ഓറല്, ആനല്, ഫാലിക്. ഓറൽ എങ്ങനെയാണ് അച്ചീവ് ചെയ്യുന്നത്, അല്ലെ ഗ്രാറ്റിഫിക്കേഷൻ ത്രൂ ഓറൽ കാവിറ്റീസ്, ലൈക്ക് അതായത് ആഹാരം കഴിക്കണം അല്ലെങ്കിൽ നമുക്ക് തമ്പ് സക്ക് ചെയ്യണത്, ഫീഡ് ചെയ്യുന്നത്, ബാബ്ലിംഗ് ഒക്കെ ചെയ്യുന്നതൊക്കെ കുട്ടിക്ക് വേണം എന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കുകയാണ്. ഇത് അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കുകയാണ്. പിന്നെയാണ് ബവൽ കൺട്രോളും അല്ലെങ്കിൽ ബ്ലാഡർ കൺട്രോളും ഒക്കെ വരുന്നത്. പിന്നെ എന്താണ് പറഞ്ഞത്, അവർക്ക് റിയലൈസ് ചെയ്യും അല്ലേ, എന്താണ് മെയില് ഫീമെയിൽ എന്നവർക്ക് മനസ്സിലാവും 3 to 7. അതായത് അമ്മ അച്ഛൻ, അമ്മ ആണ്, അമ്മയ്ക്ക് മുടിയുണ്ട്, അച്ഛന് മുടി കുറവ്, അങ്ങനെയൊക്കെ മനസ്സിലാക്കും. ലേറ്റൻസിയിൽ സെക്ഷൽ അർജന്റ് ആയിരിക്കും, പക്ഷെ റിലേറ്റീവ് ക്വയറ്റ് ആയിരിക്കും. ജെനിറ്റയിൽ എന്ത് ചെയ്യും, ഓപ്പോസിറ്റ് സെക്സിനോട് നമുക്ക് അട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും കേട്ടോ. സോ ഹൗ ക്യാൻ വി അണ്ടർസ്റ്റാൻഡ് ദ അൺകോൺഷ്യസ് മൈൻഡ്, നമുക്ക് എങ്ങനെ അൺകോൺഷ്യസ് മൈൻഡിനെ മനസ്സിലാക്കാം. ഇൻ സൈക്കോ അനാലിസിസ് therapy, Freud would have a patient lies on a couch to relax, and he would sit behind them talking notes while they tell him about their dreams, childhood memories. Psychoanalysis would be lengthy process involving many sessions with the psychoanalysts. അതായത് ഒരാളെ അയാളുടെ കൗച്ചിൽ ഇങ്ങനെ ഇരുത്തിയിട്ടുണ്ടായിരിക്കും, ഇയാൾ ബാക്കി എന്ന് ഇയാളെ ചൈൽഡ്ഹുഡ് മെമ്മറി, ഡ്രീംസുകൾ, അയാളുടെ ആഗ്രഹങ്ങളൊക്കെ പറയും. ഇത് ഫ്രോഡ്സ് എഴുതിയെടുത്തുകൊണ്ടേയിരിക്കും. ഈ ഫ്രോഡ്സ് എഴുതിയെടുക്കുന്ന അനുസരിച്ച് എന്ത് ചെയ്യും, അത് ഒരു ലെങ്തി പ്രോസസ്സാണ്, ഒരുപാട് സെഷൻസ് ആവശ്യമുള്ളതാണ്. ഡ്യൂ ടു നേച്ചർ ഓഫ് ഡിഫെൻസ് മെക്കാനിസം and the accessibility of the determined force operating in the consciousness, psychoanalysis into classic form is a lengthy process often involving 2 to 5 sessions per week for several years. So ഇതൊരു നാച്ചുറൽ ഡിഫൻസ് മെക്കാനിസം ഒക്കെ ഉള്ളത് കൊണ്ടും, സോ നമുക്കത് പെട്ടെന്ന് ഒരാളെ അസസ് ചെയ്യാൻ പറ്റാത്തതൊക്കെ കൊണ്ടും, അല്ലെങ്കിൽ ആ അസസ് ചെയ്യുന്നതിന് ടൈം എടുക്കുക, ഒരു ടീഡിയസ് പ്രോസസ് ആയതുകൊണ്ടും സൈക്കോ അനലിസിസ് ഒരാഴ്ചയിൽ 2 മുതൽ 5 സെഷൻസും വേണ്ടി വരും. അത് വർഷങ്ങൾ വരെ നീണ്ടും പോയേക്കാം. നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, കാര്യം ഇതൊരു ടീഡിയസ് പ്രോസസ്സാണ്. നമ്മൾ അവരെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ്. സോ ഇത്രയാണ്. എനിക്കറിയാം ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ബോറടിച്ചു, എനിക്ക് നല്ല പോലെ അറിയാം, പക്ഷെ വേറെ വഴിയില്ല. മെയിനുള്ള കാര്യങ്ങൾ നോക്കി വെക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ ആൻസർ നോക്കിയാലോ. വിച്ച് പാർട്ട് ഓഫ് ദ ഫ്രെഡ് സൈക്കിക് അപ്പാരറ്റസ് ഈസ് കൺസിഡർഡ് ദ മോസ്റ്റ് പ്രിമിറ്റീവ്? മോസ്റ്റ് പ്രിമിറ്റീവ് ഏതാണ്? ഈഗോ, സൂപ്പർ ഈഗോ, ഐ ഡി, ലിബിഡോ. ഏതാണ് ഉത്തരം? നമുക്ക് ഐ ഡി ആണ് പ്രിമിറ്റീവായിട്ട് കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് വിച്ച് ഓപ്പറേറ്റ്സ് ഓൺ ദ പ്ലഷർ പ്രിൻസിപ്പിൾ? പ്ലഷർ പ്രിൻസിപ്പിൾ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് ഈഗോ, ഐ ഡി, സൂപ്പർ ഈഗോ, കത്തക്സിസ്. ഉത്തരം ഐ ഡി ആണ്. Which structure of personality deal with the reality and operate in both the conscious and pre-conscious mind? കോൺഷ്യസും പ്രീ കോൺഷ്യസ് മൈൻഡ് ഒരുമിച്ച് സ്ട്രക്ചറലി റിയാലിറ്റിയും വെച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഏതാണ്? ഐ ഡി, സൂപ്പർ ഈഗോ, ഈഗോ, ലിബിഡോ. ഈഗോയാണ് ഉത്തരം. വാട്ട് മോട്ടീവ്സ് അസ് ടു ബിഹേവ് ഇൻ എ സോഷ്യൽ റെസ്പോൺസിബിൾ ആൻഡ് അക്സെപ്റ്റബിൾ മാനർ? ഈഗോ, ഐ ഡി, കത്തക്സിസ്, സൂപ്പർ ഈഗോ. സൂപ്പർ ഈഗോയാണ് നമുക്ക് അക്സെപ്റ്റബിൾ മാനറിൽ റെസ്പോൺസിബിൾ, സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ട് നമുക്ക് ബിഹേവ് ചെയ്യാൻ പറ്റുന്ന സംഭവം. സോ വാട്ട് ഈസ് ദ എനർജി ക്രിയേറ്റഡ് ബൈ സർവൈവൽ ആൻഡ് സെക്ഷൽ ഇൻസ്റ്റിങ്ക്റ്റ്? ഏതാണ്? കത്തക്സിസ്, ആൻറ്റി കത്തക്സിസ്, ലിബിഡോ, ആങ്സൈറ്റി. ലിബിഡോ ആണ് വരുന്നത്. So which defense mechanism involves transferring inappropriate urge onto a more acceptable target? Inappropriate urge onto a more acceptable target. More acceptable targetലേക്ക് പോകുന്നതാണ് ട്രാൻസ്ഫോർമേഷൻ്റെ. സോ പ്രൊജക്ഷൻ, ഡിസ്പ്ലേസ്മെന്റ്, റാഷണലിസം, റിഗ്രഷൻ. ഏതായിരുന്നു? ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? നമ്മൾ പറഞ്ഞല്ലോ, ഡിസ്പ്ലേസ്മെന്റ് ഒക്കെ പറഞ്ഞല്ലോ അല്ലേ? സോ next, during which psychosexual stage does an infant achieve gratification through oral activity like a feeding? Anal, oral, thallic, latency. എവിടെയാണ്? oral. So which of the following statement is not true? The ego is solely present in the unconscious mind. The ego strives to meet the demand on the ID in a social acceptable manner. The super ego is primarily responsible for instant gratification. അപ്പോൾ സോ ഇതിൽ ഏതാണ് ശരി എന്നാണ്? 1 and 3 only, 3 only, 1 and 3 only, and none. ഏതാണ്? 1 and 3. 1 ഏതായിരുന്നു? The ego is solely presence in the unconscious mind അല്ലേ? അങ്ങനെയാണ് അല്ലേ? നമുക്ക് അൺകോൺഷ്യസ് മൈൻഡിലാണ് നമുക്ക് ഈഗോ പ്രസൻസ് ആയിട്ടുള്ളത്. അടുത്ത നെക്സ്റ്റ് ഏതാണ് പറഞ്ഞത്? ആൻഡ് 3, ദ സൂപ്പർ ഈഗോ ഈസ് പ്രൈമർലി റെസ്പോൺസിബിൾ അല്ലേ ഫോർ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ. കണ്ടോ, ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ വരുന്നത് എവിടെയാണ്? സൂപ്പർ ഈഗോയിലാണ്. സോ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. So which of the following statement is true? Following statement ഏതാണ് ട്രൂ എന്നാണ്
Cathexis is the energy that the ego used to block impulse from the ID. Cathexis ഒരു എനർജിയാണ് ഈഗോനെ എന്ത് ചെയ്യുന്നു, ബ്ലോക്ക് ചെയ്യുന്നു. എവിടെ നിന്ന്? ഐഡിയയിൽ നിന്ന് ബ്ലോക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ഡിനൈൽ ഇൻവോൾവ്സ് ട്രാൻസ്ഫറിങ് ഇൻഅപ്രോപ്രിയറ്റ് അഡ്ജ് ഓർ ബിഹേവിയർ ഓൺ ടു മോർ അക്സെപ്റ്റഡ് ടാർഗറ്റ്. ഉണ്ടോ? ഡിനൈൽ ഇൻവോൾവ്സ് ട്രാൻസ്ഫറിങ് ഇൻഅപ്രോപ്രിയറ്റ് ടാർഗറ്റ് എന്ത് ചെയ്യുന്നു, ബിഹേവിയർ ഓൺ ടു മോർ അക്സെപ്റ്റഡ് ടാർഗറ്റ്, കൂടുതൽ അക്സെപ്റ്റ് ചെയ്യുന്ന ടാർഗറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നുള്ളത്. Next, the phallic stage in Freud's psychosexual development is when which a child learn to respond to social demand. അപ്പോൾ അയാൾ പറയുന്നത് എന്താണ്, അത് ചൈൽഡ് ലേൺ ചെയ്യുന്നു എവിടെ, സോഷ്യൽ ഡിമാൻഡ് അനുസരിച്ചിട്ട് പ്രവർത്തിക്കാനായിട്ട് ഫ്രെഡ്സിന്റെ സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റിൽ പറയുന്നുണ്ട്. സോ ആൻസർ ഈസ് നണ്ണാണ്. 3 only, 2 only, 1 and only and none. എന്നാലും ചോദിക്കുക, കത്തക്സി ആണോ ഇതിന് രണ്ടിന്റെയും ബ്ലോക്ക് ചെയ്യുന്നത്? അല്ല. ഡിനൈലാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഇൻഅപ്രോപ്രിയറ്റ് ബിഹേവിയർ ട്രാൻസ്ഫർ ഡിനൈലാണോ? അല്ല. സോ താലിക് സ്റ്റേജ് ആണോ ആ ഒരു ചൈൽഡ് സൊസൈറ്റി ഡിമാൻഡ് ചെയ്യാൻ ചെയ്യുന്നത്? അല്ല അല്ലേ. സോ ഇത് നമ്മൾ പഠിച്ചതിന്റെ ഭാഗമായിട്ട് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് നോക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എഴുതാനായിട്ട് പറ്റുള്ളൂ. So which is the following statement is not true? Catharsis is about to redirecting unacceptable desire through socially acceptable channel. നമുക്ക് സോഷ്യലി അക്സെപ്റ്റഡ് ചാനലിലൂടെ നമുക്ക് നമ്മുടെ ഡിസയേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീഡയറക്റ്റ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. ഫ്രോഡ്സ് ഡിസ്കവർ ദ ബെനിഫിറ്റ്സ് ഓഫ് കത്തറസിസ് ത്രൂ ഹിപ്നോസിസ്. ഹിപ്നോസിസ് വഴിയിട്ടാണ് കത്തറസിന്റെ ബെനിഫിറ്റ്സ് ഫ്രോഡ്സ് ഡിസ്കവർ ചെയ്തെന്ന് പറയുന്നു. ദ ഐ ഡി ഈസ് ദ മോസ്റ്റ് മെച്ചുവർ പാർട്ട് ഓഫ് ദ പേഴ്സണാലിറ്റി. ഐ ഡി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മെച്ചുവർ പാർട്ട് എന്നാണ് പറയുന്നത്. സോ 1ഉം 3യും ശരിയാണ്. ഫ്രോഡ് എന്ത് ചെയ്തു, കത്തറസിന്റെ ബെനിഫിറ്റ്സ് വെച്ചിട്ടാണോ ഹിപ്നോസിസ് ചെയ്തത്? ഹിപ്നോസിന്റെ കാര്യം നമ്മൾ പറഞ്ഞില്ല, ജസ്റ്റ് ഒരു എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഡേറ്റ ആണെന്ന് മാത്രമേ ഉള്ളൂ. സോ ഇത്രയുമാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് പറയാനുള്ളത്. ഒരുപാട് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിന് പ്രതീക്ഷിക്കാൻ പറ്റും. അതിന്റെ റീസൺ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, കാര്യം ഒരുപാട് നമ്മൾ ഇതിനകത്ത് പറഞ്ഞ് ഇങ്ങനെ തന്നെ പോകുന്നുണ്ട്. സോ ഇത് ഇച്ചിരി ടഫായ ടോപ്പിക്കാണ്, ബട്ട് സ്റ്റിൽ മാക്സിമം അത് വായിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കൂ കേട്ടോ. സോ വായിക്കുക, നന്നായിട്ട് വായിക്കുക, അതിൻ്റെ ഓരോ കൺസെപ്റ്റുകൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.